ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. ഇന്ന് നമുക്ക് റീഡിംഗ് പഠിച്ചാലോ. റീഡിങ്ങിൻ്റെ സി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ടാണ് സി പാർട്ട്. എ പാർട്ടും ബി പാർട്ടും കുറച്ചുകൂടി ഈസി ആയിരിക്കും, എന്നാൽ നമ്മൾക്ക് സി പാർട്ട് എപ്പോഴും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സി പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സി പാർട്ടിലെ ഒരു 2 ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് 4 അതിൽ 2 ഓപ്ഷൻസ് എപ്പോഴും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഈസിയാണ്. ആ ഒരു 2 ഓപ്ഷൻസ് അല്ല അതിൻ്റെ ആൻസറെന്ന് ഈസി ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും അതിൻ്റെ 2 ഓപ്ഷൻസ് എപ്പോഴും നമുക്ക് നല്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇതാണോ അതാണോ ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ജസ്റ്റ് ഇതായിരിക്കാം എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അതിന് മാർക്ക് ചെയ്യാറുണ്ട്. ശരിക്കും കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിട്ടല്ല, അത്രയേറെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ആ 2 ഓപ്ഷൻസ്. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓക്കെ ഇതാണ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ സി പാർട്ട് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. എക്സാം ടൈമിലും കൂടുതലായിട്ട് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ബി സ്കോർ കൂടുതലായിട്ടും കിട്ടുന്ന കുട്ടികളുടെ സ്കോർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് 350, 360 അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു എ പാർട്ട് 20യിൽ ഒരു 19-20യും അതുപോലെ തന്നെ ബി പാർട്ട് കൂടുതലായിട്ട് വാങ്ങിച്ച് അങ്ങനെയാണ് കുട്ടികൾ എപ്പോഴും സ്കോർ ചെയ്യാറായിട്ടുള്ളത്. കാരണം സി പാർട്ട് പൊതുവെ ഡിഫിക്കൽട്ടാണ്. എന്നാൽ കൃത്യമായി നിങ്ങൾ പരിശീലനം നടത്തുകയാണെങ്കിൽ, കൃത്യമായി സി പാർട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എങ്ങനെയാണ് സി പാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് സി പാർട്ടിൽ നിന്ന് നല്ലതായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സി പാർട്ടിൽ നമുക്ക് 2 പാർട്ടാണുള്ളത്. അതിൽ 16 ക്വസ്റ്റ്യൻസ് ആണ് രണ്ടും കൂടി നമുക്കുള്ളത്. അതിനകത്ത് ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്, ഔട്ട് ഓഫ് 16 നന്നായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12 or 13 ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 10 ആൻസറെങ്കിലും അതിൽ നിന്ന് കിട്ടും, യാതൊരു സംശയവുമില്ല. പക്ഷേ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇന്ന് സി പാർട്ട് ചെയ്തു, പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ചെയ്തു, നമുക്ക് യാതൊരു അറിവും ഉണ്ടാവില്ല മൊഡ്യൂളിനെ കുറിച്ച്, നമ്മൾ ടോട്ടലി മറന്നു പോകും. അതേസമയത്ത് ഇന്ന് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നാളെയും അത് ചെയ്താൽ നമ്മൾക്ക് കൃത്യമായും സി പാർട്ടിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുകയും നന്നായിട്ട് നമ്മൾക്ക് ആൻസർ ലഭിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഒരു ബ്രെയിൻ വർക്കാണ്. നമ്മൾ ഇന്ന് ചെയ്തു നാളെ ചെയ്തു, അത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തു പോയാൽ നമ്മൾ തന്നെ അറിയാതെ നമുക്ക് ഓക്കെ എങ്ങനെയാണ് സി പാർട്ട് ചെയ്യുക എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി നമ്മൾക്ക് കിട്ടും. സോ സി പാർട്ട് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴും നിങ്ങൾക്ക് സി പാർട്ട് ഈസി ആയിരിക്കും, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ 2 minutes വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ആൻസർ നമ്മൾ 2 minutes ചെയ്യാനായിട്ട് ഒരു ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾക്കറിയാം, നമുക്ക് 22 ക്വസ്റ്റ്യൻസ് ആണ് ബി ആൻഡ് സിയിൽ നിന്നുള്ളത്, 45 minutes ആണുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 minutes ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ആ 2 minutes നമ്മൾ ആദ്യം ക്ലോക്കിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു 2 minutes ടൈമർ വെച്ചതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും കിട്ടില്ല, പക്ഷെ കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ ആ 2 minutesനുള്ളിൽ തന്നെ നമ്മൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, 2 minutes വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനീഷ്യൽ ടൈമിൽ ആരും 2 minutes വെക്കേണ്ട, ടൈം എടുത്ത് തന്നെ ചെയ്യുക. നിങ്ങളൊന്ന് ഫെമിലിയർ ആയതിനു ശേഷം വാട്ട് ഈസ് OET, വാട്ട് ഈസ് ലിസണിങ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം 2 minutes വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഓപ്ഷനും ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സി ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയും പോലെ എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് ബെസ്റ്റ് മെത്തേഡ്. അതുമാത്രമല്ല, നമുക്ക് ഈ മെത്തേഡിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തെറ്റ് പറ്റത്തില്ല, ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഓപ്ഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ സാധിക്കും. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗ്രേ കോപ്പ് യൂസസ് ദ എക്സ്പ്രഷൻ ഇൻവേർട്ടഡ് കോമയിലാണ് വണ്ടർഫുൾ ഔട്ട്കംസ്. അതിൻ്റെ അടിയിൽ അണ്ടർലൈനും ചെയ്തിട്ടുണ്ട്.
ടു അണ്ടർലൈൻ. അപ്പോൾ ആ വണ്ടർഫുൾ ഔട്ട്കംസ് എന്നുള്ള ആ എക്സ്പ്രഷനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ റൈറ്റർ ക്രേഗ് കോപ്പ്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊരു ടോപ്പിക് ഹോമിയോപ്പതിയെക്കുറിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് പറയുന്നത്. അതിൽ നിന്നുമുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡിങ് നിങ്ങൾക്ക് കാണാമല്ല, എന്നിരുന്നാലും ഇതിൻ്റെ ഹെഡിങ് ഡസ് ഹോമിയോപ്പതി വർക്ക് എന്നുള്ള ഒരു ടോപ്പിക്, ഹോമിയോപ്പതി വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മുടെ റൈറ്റർ ഓതർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് പുള്ളിയുടെ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഒത്തുവരുന്ന കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ, നമ്മുടെ പാരഗ്രാഫിലേക്ക് പോകാം. ഞാൻ പാരഗ്രാഫ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ തുടക്കം തൊട്ട് നമുക്ക് വായിക്കാം. ദ ക്വസ്റ്റ്യൻ ഓഫ് എ പ്ലേസ്ബോ എഫക്റ്റ് ഇൻവൈറ്റബിളി arises, as studies repeatedly seem to suggest that whatever benefits are being derived from homeopathy are more a product of patient faith rather than of any active ingredient of the medications. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പ്ലേസ്ബോ എഫക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇനേവിറ്റബിളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനേവിറ്റബിളി എന്നുള്ള വാക്കിനർത്ഥം നമുക്ക് നോക്കാം. അത് മീനിങ് വന്നത് അനിവാര്യമായും എന്നാണ്. അനിവാര്യമായും, അതായത് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു അർത്ഥത്തിലേക്കാണ് വരുന്നത്. അനിവാര്യമായും, പിന്നെ എറൈസസ് ആസ് റിപ്പീറ്റഡ്ലി സീൻ ടു സജസ്റ്റ്, അതായത് റിപ്പീറ്റഡ്ലി ആയിട്ട്, വളരെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ത് സജസ്റ്റ് ചെയ്യുന്നു? വെന്നെവർ ബെനഫിറ്റ്സ് ആർ ബീയിങ് ഡിറൈവ്ഡ് ഫ്രം ഹോമിയോപ്പതി, എപ്പോഴാണ് ഹോമിയോപ്പതിയിൽ നിന്ന് ബെനഫിറ്റ്സ് ഉണ്ടാവുന്നത്. ആർ മോർ എ പ്രൊഡക്റ്റ് ഓഫ് പേഷ്യൻ്റ് ഫെയ്ത്ത്, ഇത് ഒരു പേഷ്യൻറ്റിൻ്റെ വിശ്വാസമാണ്. റാദർ ദാൻ ഓഫ് എനി ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദ മെഡിക്കേഷൻസ്. ഈ ഒരു മൂന്ന് സെൻറ്റൻസിൻ്റെ മൊത്തത്തിലുള്ള മീനിങ് വരുന്നത്, ഇത് പേഷ്യൻറ്റിൻ്റെ ഫെയ്ത്ത് മൂലമാണ്, പേഷ്യൻ്റെ വിശ്വാസം മൂലമാണ്, അല്ലാതെ റാദർ ദാൻ, അല്ലാതെ പേഷ്യൻ്റ് ഈ മെഡിക്കേഷനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മൂലമല്ല ഹോമിയോപ്പതി എഫക്റ്റീവ് ആകുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ കൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഹോമിയോപ്പതി മെഡിക്കേഷനാണ് ഇഷ്ടം, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഓക്കെ ഹോമിയോപ്പതി വർക്ക് ചെയ്യും. മറ്റൊരാൾക്ക്, എൻ്റെ ഫ്രണ്ടിന് ഇപ്പോൾ ഹോമിയോപ്പതി മെഡിക്കേഷൻ ഇഷ്ടമില്ല, അവർ വിശ്വസിക്കുകയാണ് ഹോമിയോപ്പതി മെഡിക്കേഷൻ അത്ര വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ വിശ്വാസം, ഹോമിയോപ്പതി മെഡിക്കേഷൻ വർക്ക് ചെയ്യുമെന്നുള്ള എൻ്റെ വിശ്വാസമാണ് ഒരു ഹോമിയോപ്പതിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കൊടുക്കുന്നത്, അല്ലാതെ അതിനകത്തുള്ള കണ്ടൻറ്റ് മൂലമല്ല, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് മൂലമല്ല എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് നമുക്ക് വായിക്കാം. ഹൗവർ, എന്നിരുന്നാലും. കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പാടെ തള്ളുന്ന രീതിയിൽ ഹൗവർ, എന്നിരുന്നാലും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുവാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയാകാം നമുക്ക് നോക്കാം. ക്രേഗ് കോപ്പ് ഉണ്ടോ, നമ്മുടെ റൈറ്റർ ആണ് ഈ ഹൗവർ എന്ന് പറഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ വിശ്വാസം മൂലം മാത്രമല്ല മെഡിക്കേഷൻ്റെ ഗുണം കൊണ്ടും കൂടിയാണ് എന്നുള്ളതാണ് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പുള്ളി പറയുന്നത്. അതാണ് പുള്ളി അത് ഓപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്മിസ്സസ് ദിസ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, പുള്ളി അത് ഡിസ്മിസ് ചെയ്യുവാണ്, പുള്ളി നോ പറയുവാണ്. പേഷ്യൻ്റെ വിശ്വാസം കൊണ്ട് ആണ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്, അല്ലാതെ മെഡിക്കേഷൻ്റെ ഇൻഗ്രീഡിയൻസ് മൂലമല്ല എന്ന് കുറേ പേര് പറയുന്നു. അതിനെ പുള്ളി ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ റൈറ്റർ പറയുവാണ്. അടുത്ത സെൻറ്റൻസ്, പോയിൻറ്റിങ് ഔട്ട് ദാറ്റ് ഹോമിയോപ്പതി അപ്പിയേഴ്സ് ടു ബെനിഫിറ്റ് ഈവൻ ദ സ്കെപ്റ്റിക്സ്. ഓക്കെ, പുള്ളി പറയുകയാണ് ഹോമിയോപ്പതി ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സ്കെപ്റ്റിക്സ് ആണെങ്കിൽ പോലും. ഈ സ്കെപ്റ്റിക്സ് എന്നുള്ള വാക്കിനർത്ഥം സംശയാലുക്കൾ എന്നാണ്. ആൾക്കാർ മെഡിക്കേഷനെ നോ പറയുവാണ്, അത് ഓക്കെ അല്ല എന്ന് പറയുവാണ്. എന്നിരുന്നാൽ പോലും അത് ഗുണകരമാണ് എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വി മൈറ്റ് സീ കിഡ്സ് ഫസ്റ്റ്. ഓക്കെ, നമ്മുടെ ഓതർ, നമ്മുടെ റൈറ്റർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നുകൂടി അത്
കറക്റ്റാണ് എന്നുള്ളത് ആൾ നമുക്കൊന്നുകൂടി കൂടി എക്സ്പ്ലെയിൻ ചെയ്തു വരുവാണ്. വി മൈറ്റ് സീ കിഡ്സ് ഫസ്റ്റ്. നമ്മൾ ആദ്യം കുട്ടികളിൽ കാണും എന്ത്, ഈ ഒരു ബെനഫിറ്റ്. ദെൻ പെർഹാപ്സ് മം, പിന്നെ എന്തായാലും തീർച്ചയായിട്ടും അമ്മയിൽ. ആൻഡ് ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ഇയേഴ്സ്, അതായത് കുറേ നാളിന് ശേഷം ഡാഡ് വിൽ ഫോളോ ആൻഡ് ഈവൻ ദോ ഹീ ഈസ് ഓൺലി ദെയർ റിലുക്റ്റൻ്റ്ലി. കുറേ നാളുകൾക്ക് ശേഷം ഡാഡിയും ഇത് ഫോളോ ചെയ്യും, അതായത് ഫാദറും ഇത് ഫോളോ ചെയ്യും. ഈവൻ ദോ, എന്നിരുന്നാലും, പുള്ളി ഇച്ചിരി റിലുക്റ്റൻ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും, എന്നിരുന്നാലും പുള്ളിയും അത് ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. വി ഗെറ്റ് വണ്ടർഫുൾ ഔട്ട്കംസ്. നമുക്ക് വണ്ടർഫുള്ളായിട്ടുള്ള ഔട്ട്കംസ് കിട്ടും എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് നമ്മുടെ മാതൃഭാഷയിലുള്ള എക്സ്പ്ലനേഷൻ നമ്മൾക്ക് കിട്ടി. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ദ എബിലിറ്റി ഓഫ് ഹോമിയോപ്പതി ടു ഡിഫൈ ഈസ് സയൻറ്റിഫിക് ക്രിറ്റിക്സ്. ഓക്കെ, ഹോമിയോപ്പതിയുടെ കഴിവ്, ടു ഡിഫൈ എന്ന് വെച്ചാൽ, ഡിഫൈ എന്നുള്ള വാക്കിനർത്ഥം വെല്ലുവിളിക്കുക എന്നാണ്. സയൻറ്റിഫിക് ക്രിറ്റിക്സിനെ വെല്ലുവിളിക്കുക എന്നുള്ള ഒരു ഹോമിയോപ്പതിയുടെ എബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇത്രയും വായിച്ചിട്ട് ഒരു വെല്ലുവിളി ഉള്ളതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല, വെല്ലുവിളിച്ചിട്ടില്ല. നമ്മുടെ റൈറ്റർ ഇവിടെ വെല്ലുവിളിച്ചിട്ടില്ല, ഡിഫൈ ചെയ്തതായിട്ടുള്ള ഒരു മീനിങ് പറയുന്നില്ല. നമുക്കത് ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് ഹിസ് പേഷ്യൻസ് ബിലീഫ് ഇൻ ദ ഹോൾ പ്രോസസ്സ്. പേഷ്യൻസിൻ്റെ ബിലീഫിനെ കുറിച്ചാണ് പറയുന്നത്. പേഷ്യൻ്റെ ബിലീഫിനെ കുറിച്ചല്ല പറയുന്നത്, നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. പേഷ്യൻ്റെ ബിലീഫ് എന്നുള്ളൊരു വാക്കല്ല ആളിവിടെ പറയുന്നത്, അതല്ല വണ്ടർഫുൾ ഔട്ട്കംസ് ആയിട്ട് പറയുന്നത്. ഇവിടെ ഒരു ബിലീഫിനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സി, ദ ക്ലെയിം ദാറ്റ് ഹി ഹാസ് സോളിഡ് പ്രൂഫ് ദാറ്റ് ഹോമിയോപ്പതി വർക്ക്സ്. ഹോമിയോപ്പതി വർക്ക് ചെയ്യുമെന്നുള്ള സോളിഡ് പ്രൂഫ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്, നമ്മുടെ ഗ്രേഗിൻ്റെ കയ്യിൽ. ഇവിടെ ഒരു സോളിഡ് പ്രൂഫ് ഒന്നും കാണിച്ചിട്ടില്ല. സോളിഡ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു, ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻറ്റിന് ഭയങ്കര സിക്കായിരുന്നു, കൊണ്ടുവന്ന് ഹോമിയോപ്പതി കൊടുത്തു, കുറച്ച് നാൾ കഴിഞ്ഞു, ഓക്കെ, അങ്ങനെയുള്ളൊരു സോളിഡ് പ്രൂഫ് ഇവിടെ പറയുന്നില്ല. പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ദ വേ പോസിറ്റീവ് റിസൾട്ട് ക്യാൻ ബി അച്ചീവ്ഡ് ഡിസ്പൈറ്റ് പീപ്പിൾസ് ഡൗട്ട്. ഓക്കെ, പോസിറ്റീവ് റിസൾട്ട് ക്യാൻ ബി അച്ചീവ്ഡ് ഡിസ്പൈറ്റ് പീപ്പിൾസ് ഡൗട്ട്. ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും പോസിറ്റീവ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, ക്യാൻ ബി അച്ചീവ്ഡ് ചെയ്യാൻ പറ്റും, ഡിസ്പൈറ്റ് എന്നിരുന്നാലും, ആളുകൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും പോസിറ്റീവ് റിസൾട്ട്, പോസിറ്റീവ് ആസ്പെക്ട്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾക്കുണ്ടല്ലോ ചില ആൻസേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ക്ലിയറായിട്ട് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതേപടിയെ വേറെ സിനണിംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ എക്സാമിലും നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ്, ഒന്നല്ലെങ്കിൽ നമ്മുടെ ആൻസൈറ്റി, അല്ലെങ്കിൽ നമുക്ക് എ പാർട്ട് കൃത്യമായിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ബി പാർട്ട് കിട്ടിയില്ല, അങ്ങനെ പോകുമ്പോഴുള്ള നമ്മുടെ ഒരു ടെൻഷൻ മൂലമാണ് നമുക്ക് ആൻസർ കിട്ടാതെ പോകുന്നത്. അല്ലാതെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നമ്മൾക്ക് അവിടെ ഉണ്ടാകും. ഇവിടെ നമുക്ക് ഡിസ്പൈറ്റ് എന്നിരുന്നാലും എന്നൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ റൈറ്റർ തന്നിട്ടുണ്ട്. ആ ഹൗവർ തൊട്ട് നമുക്കിങ്ങോട്ട് വായിക്കാം. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും വി മൈറ്റ് സീ കിഡ്സ് ഫസ്റ്റ്. ആദ്യം കുട്ടികൾ കാണുന്നു, പിന്നെ മമ്മിൽ കാണുന്നു, പിന്നെ ആഫ്റ്റർ കപ്പിൾ ഓഫ് ഇയേഴ്സ്, കുറച്ച് നാളുകൾക്ക് ശേഷം ഡാഡ് ഓൾസോ വിൽ ഫോളോ. അപ്പോൾ ഡാഡും അത് ഫോളോ ചെയ്യുന്നതാണ്. ഈവൻ ദോ, എന്നിരുന്നാലും. അതേ ഈവൻ ദോയാണ് ഇവിടെ ഇവർ ക്വസ്റ്റ്യന് ഓപ്ഷനകത്ത് ഡിസ്പൈറ്റ്, എന്നിരുന്നാലും എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ഹീസ് ഓൺലി ദെയർ റിലുക്റ്റൻ്റ്ലി. അയാൾ മാത്രമാണ് റിലുക്റ്റൻ്റ്ലി. അതാണ് റിലുക്റ്റൻ്റ്ലി എന്നുള്ള വാക്കാണ് ഡൗട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൾ മാത്രമാണ് അവിടെ ഡൗട്ട് ഉള്ളതായിട്ട് ഉള്ള ആൾ. എന്നിരുന്നാലും നമുക്ക് പോസിറ്റീവ് ആസ്പെക്ട്സ് കാണാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ ഡി പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് റിസൾട്ട് ക്യാൻ ബി അച്ചീവ്ഡ്. ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നാലും എന്നുള്ളത് അവിടെ വരുന്നത്. അപ്പോൾ ആ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഡിസ്പൈറ്റും അതുപോലെ തന്നെ ഡൗട്ടും ഒക്കെ വെച്ചിട്ട് നമുക്കവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഉത്തരം 4 ആണ്. അപ്പോൾ ഡി ആണ് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് ഡി ഓപ്ഷൻ ചൂസ് ചെയ്യാം. എയും ബിയും സിയും നമുക്ക് തന്നിട്ടില്ല, അത് എലിമിനേഷനിലൂടെ നമ്മൾ കളഞ്ഞു, അതല്ല എന്നുള്ളത്. ഡി നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
കൃത്യമായിട്ട് വാക്കുകൾ സെൻറ്റൻസ് വായിച്ചു നോക്കുക. അതിനകത്ത് നിങ്ങൾക്കറിയില്ലാത്ത വേർഡ് മീനിങ് ഡിക്ഷണറി എടുത്ത് നോക്കി അത് കൃത്യമായിട്ട് ആ വാക്ക് മനസ്സിലാക്കുക. അതിനുശേഷം ആ സിനണിം ആ വാക്കിൻ്റെ സിനണിം എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഇതെല്ലാം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളതെല്ലാം നമുക്കുടെ കൂടെ തന്നെ ഈ ഒരു പ്രാക്ടീസും കൂടെ കൂടി കൊണ്ടുപോവുക. അപ്പോൾ ഈ സി പാട്ട് വളരെ ഈസിയാകും. ഒരു മാസം നിങ്ങളിങ്ങനെ ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ സി പാട്ട് പാടാണെന്ന് പിന്നെ ഒരാളും പറയുകയില്ല. സി പാട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. Until then, bye. Thank you.